ജനനായകൻ ജനനായകൻ നമ്മുടെ തമിഴ്നാട് ഇലക്ഷൻ ഈ ഏപ്രിൽ 23-ാം തീയതിയാണ് തമിഴ്നാട് ഇലക്ഷൻ. അതിന് മുന്നേ ജനനായകൻ വിജയുടെ സിനിമ ലീക്കായിരിക്കുകയാണ്. അതായത് പക്ക HD ക്ലാരിറ്റിയോടെ 1080p ആണോ അല്ല 4K HD ആണല്ല, പക്ക ക്ലാരിറ്റിയോടെ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇത് ആരാണ് റിലീസാക്കിയത്? റിലീസ് എന്നല്ല, ലീക്കാക്കിയത്. ലീക്കാണല്ലോ, റിലീസ് അല്ല. ആരാണ് ലീക്കാക്കിയത്? ഇപ്പൊ എല്ലാം ഇതില് എക്സിലും അതായത് ട്വിറ്ററിലും എല്ലായിടത്തും ടെലിഗ്രാമിലും മൊത്തമായിട്ട് ഇത് ലീക്കായിട്ടുണ്ട്. നമ്മ മുമ്പേ കേട്ട ഒരു വിഷയം എന്ന് വെച്ച് നമ്മളെ പ്രേമത്തിനെ കുറിച്ചാണ് കേരളത്തിൽ റിലീസായത്. അതിന്റെ റിലീസായത് സെൻസർ ബോർഡ് കോപ്പിയാണ് റിലീസ് ആയത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, കാണാത്തവര് ഒന്നും അറിയില്ല. അതിന്റെ റൈറ്റ് സൈഡിൽ അതിന്റെ ടൈമിങ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് സെൻസർ ബോർഡ് കോപ്പിയാണ്. അപ്പൊ നമ്മിപ്പോ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ലീക്കായത്, ആരാണ് ഇത് ലീക്കാക്കിയത് എന്നതിനെ കുറിച്ചാണ്. അപ്പോ ഈ കോപ്പിയില് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രേമത്തിന് സെൻസർ ബോർഡ് കോപ്പി ഉണ്ടല്ലോ, ആ കോപ്പിയിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ടൈമിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് ഈ കോപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം അതിനെ കുറിച്ചിട്ട്. അതില് വന്നിട്ട് വെച്ച് കഴിഞ്ഞാല് എഡിറ്റ് റെഫറൻസ് ഫുള്ളില്ല, എഡിറ്റ് REF 14/1, അതായത് 14/01/2026 എന്നുള്ളതാണ്. അപ്പോ ഇത് 14-ാം തീയതി, അതായത് ജനുവരി 14-ാം തീയതി ആക്കിയ അല്ലെങ്കിൽ കൊടുത്ത ഒരു കോപ്പിയാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതെങ്ങനെ ലീക്കായി, ആര് ലീക്കാക്കി എന്ന് നോക്കുന്നതിന് മുമ്പേ, ഇത് ലീക്കായത് കൊണ്ട് ആർക്കെങ്കിലും നഷ്ടമുണ്ടോ അല്ലെങ്കിൽ ലാഭമുണ്ടോ എന്നറിയെങ്കിൽ, ഒന്നാമത്തെ നഷ്ടം എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ആണ്. ഇപ്പൊ വിജയ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ജനനായകനാണ് അവസാനത്തെ സിനിമ എന്ന് വിജയ് പറഞ്ഞപ്പോൾ തന്നെ ഇത് ലീക്കായ സമയത്ത് കൊണ്ട് പ്രൊഡ്യൂസർക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഇതേ പ്രൊഡ്യൂസർക്ക് വേറൊരു സിനിമ ഫ്രീ ആയിട്ട് ചെയ്യാന്നുള്ള ഒരു ന്യൂസ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അത് ന്യൂസ് കറക്റ്റ് ആണെങ്കിൽ ഞാൻ എന്റെ സൈഡിൽ വെക്കാം. അപ്പോ ഇപ്പോ പ്രൊഡ്യൂസറിന് എന്തായാലും നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെലവാക്കിയ പൈസ എന്തായാലും കിട്ടും, അതിലൊരു തർക്കമൊന്നുമില്ല. കാരണം വിജയ്യുടെ സിനിമയ്ക്ക് ചെലവാക്കിയ പൈസ കിട്ടില്ല എന്നുള്ള ഒരു കാര്യമില്ല. തിയേറ്ററിൽ പോയി കാണേണ്ടവർ എന്തായാലും തിയേറ്ററിൽ പോയി കാണും. അതിന്റെ തിയേറ്ററിന്റെ പൈസ എന്തായാലും ആ പ്രൊഡ്യൂസർക്ക് കിട്ടുകയും ചെയ്യും, അതിന് കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ OTTന്റെ കാര്യം, OTTയിൽ മാക്സിമം ആൾക്കാരെ കാണുന്നത് ടിവിയിലും മൊബൈലും ഒക്കെയാണ്. ഇപ്പോ ഇത് കണ്ടതുകൊണ്ട് തന്നെ OTT പ്ലാറ്റ്ഫോം ഇപ്പം ബുക്കായിട്ടുണ്ടാവും, പക്ഷെ അതിന്റെ എമൗണ്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ എടുക്കാതിരിക്കാനോ ഉള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് പ്രൊഡ്യൂസർക്ക് ഈ OTT പ്ലാറ്റ്ഫോമിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ടിവിക്ക് എന്ന് പറയുന്നത് വിജയുടെ രാഷ്ട്രീയ പാർട്ടി, ഇവര് മനഃപൂർവ്വം റിലീസാക്കിയാണ്. ഇത് എന്തുകൊണ്ട് ഈ റിലീസിങ് തടഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷന് മുന്നേ റിലീസ് ചെയ്യണമെന്നാണ് വിജയും അതിന്റെ പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ തീരുമാനിച്ചത്. ഈ സിനിമ എന്ന് പറയുന്നത് പക്ക ഒരു രാഷ്ട്രീയ സിനിമ തന്നെയാണ്. ഇലക്ഷന് വേണ്ട ടിവിക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള സിനിമ തന്നെയാണ്. അതായത് വിജയുടെ രാഷ്ട്രീയ കക്ഷി ബൂസ്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഇതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നത്, സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം റിലീസാക്കിയാൽ മതി എന്നായിരുന്നു തീരുമാനം. അതിനെതിരെ കേസും കാര്യങ്ങളൊന്നും ഉണ്ട്. അതിന് ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോ ഈ പടം റിലീസായി കഴിഞ്ഞാൽ അഥവാ ലീക്കായി കഴിഞ്ഞാലും അതിൽ രാഷ്ട്രീയം പറയുന്നത് ജനങ്ങൾ കണ്ടിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ടിവിക്ക് ഗുണം ചെയ്യും. ഇത് മാത്രമാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവർ മനഃപൂർവ്വം ടിവിക്ക് റിലീസാക്കി അതാണ് ലീക്കായ, ഞാൻ റിലീസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, റിലീസ് അല്ല ലീക്കായത്. ടിവിക്ക് റിലീസാക്കിയാണോ നമുക്കറിയില്ല, അല്ലെങ്കിൽ ആക്സിഡന്റലി ലീക്കായതായിരിക്കാം. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം, ആര് ലീക്കാക്കി, എങ്ങനെ ലീക്കാക്കി എന്നുള്ളത്. ഇപ്പൊ സിനിമയുടെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ, എനിക്ക് ആധികാരികമായിട്ടല്ല, എന്നാലും കുറച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കാണുമ്പോൾ ഈ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ ഷോർട്ടായിട്ട് ഷൂട്ട് ചെയ്യുന്നു. ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ടാവും. അത് ഡയറക്ടറും അവിടെ ഒരു എഡിറ്റർ വെച്ചിട്ട് അതിന് സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഇതൊക്കെ സേവ് ചെയ്തത് ഒരു ഹാർഡ് കോപ്പിയിലാണ്. അത് വളരെയധികം സെക്യൂർ ആയിരിക്കും. അതിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെയധികം സെക്യൂർ ആയിരിക്കും ആ കോപ്പി. ഈ സാധനം ലീക്കാകാം, ആ ലീക്കാകുന്ന 100% ഉറപ്പ്, അതായത് 100% ചാൻസ് ഉണ്ട് ലീക്കാകുന്നത്. കാരണം സ്പോട്ട് എഡിറ്റർ പാട്ടായിട്ട്
അതിന്റെ പാസ്വേഡ് അവർക്ക് തന്നെ അറിയാം. ഇതൊക്കെ നിയന്ത്രിക്കുന്നത് പ്രൊഡക്ഷൻ ഹൗസ് ആണ് കേട്ടോ. പക്ഷെ ഇത് ലീക്ക് ആയിട്ടും കാര്യമില്ല, കാരണം ഇതിൽ പാട്ട് പാട്ടായിട്ടാണ് കിട്ടുന്നത്, നമുക്കൊരു ഫുൾ എഡിറ്റ് കിട്ടില്ല. ഇപ്പോ ഈ പാട്ട് പാട്ടായിട്ട് സ്പോട്ട് എഡിറ്റ് ചെയ്ത സാധനമാണ് നമ്മുടെ ഫൈനൽ എഡിറ്ററുടെ കയ്യിലേക്ക് പോവാം. ഇതിന്റെ ഫൈനൽ എഡിറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രദീപാണ് ഇതിന്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞത്. അത് പ്രദീപിനെ കുറ്റം പറയുന്നില്ല, പ്രദീപാണ് ലീക്ക് ആക്കിയതിന് കാര്യമില്ല. ഈ സ്പോട്ട് എഡിറ്റിംഗ് കഴിഞ്ഞ ഉടനെ ഇതിന്റെ ഒരു ഫൈനൽ പാർട്ട് വേണ്ടിയിട്ട് എഡിറ്ററുടെ കയ്യിലേക്ക് പോകും. എഡിറ്റർ ഇതിന്റെ ഫൈനൽ എഡിറ്റ് ചെയ്യും. അപ്പോൾ ഒരു കോപ്പി ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു, സിനിമയുടെ ഫുൾ എഡിറ്റിംഗ്. ഇതിനുശേഷം ഈ എഡിറ്റിംഗ് കോപ്പി എഡിറ്റർ ഓഡിയോക്കും അതേപോലെ VFX അതിനൊക്കെ അയച്ചു കൊടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഓഡിയോ വീഡിയോ VFX കഴിഞ്ഞ് തിരിച്ച് എഡിറ്റർ കയ്യിലേക്ക് തന്നെ വരും. എഡിറ്റർ വീണ്ടും എഡിറ്റർ ആൻഡ് പ്ലസ് ഡയറക്ടർ ഇത് വീണ്ടും റിവ്യൂ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ DA കൊടുക്കും. DA എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ്, അതായത് നമ്മുടെ കളർ ഓറിയന്റേഷൻ, അതായത് കളറിങ് കറക്റ്റ് ആണോ, അതായത് അതേപോലെ വിഷ്വൽ എഫക്റ്റ് എല്ലാം അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് എന്ന് പറയാം. അവിടേക്ക് കൊടുക്കും. അവിടേക്ക് കൊടുത്തിട്ട് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് എഡിറ്റിംഗ് റെഫറൻസ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എഡിറ്ററുടെ കയ്യിലേക്ക് ഒരു കോപ്പി കൊടുക്കുന്നത്, കോപ്പി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത്. ഇവിടെ വെച്ചാണ് ഈ സംഭവം ലീക്കായത് എന്നതാണ് ഇൻഡസ്ട്രിയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് DI കഴിഞ്ഞതിന് ശേഷം, എല്ലാ എഡിറ്റിംഗ് കഴിഞ്ഞ ശേഷം ഇതൊരു എഡിറ്ററുടെ റെഫറൻസിന് വേണ്ടിയിട്ട് ഒരു കോപ്പി തയ്യാറാക്കി വെക്കുന്നു. ആ കോപ്പിയാണ് ഇവിടെ ലീക്ക് ആയിട്ടുള്ളത്. അപ്പൊ ഇത് DI ചെയ്തത് ആര്, എവിടെ നിന്ന് വന്നു, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പോ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്തവരെയാണ് 6 പേർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ലീക്കാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്, വിജയന്റെ ഉത്തരവാദിത്തമാണ്, പ്രൊഡ്യൂസർ ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഈ ഷെയർ ചെയ്തവരെ ചെയ്തിട്ട് കാര്യമൊന്നുമല്ലോ. ഇത് എവിടെ നിന്ന് ലീക്കായി, ഫസ്റ്റ് കോപ്പി എവിടെ നിന്ന് വന്നു, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതാണ് എന്റെ ഒരു കാഴ്ചപ്പാടുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ കാണുക. അതുവരെയും ഗുഡ് ബൈ.